നിങ്ങളുടെ കയ്യിൽ ഒരു 28,000 രൂപ ഉണ്ട്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ടാബ്ലറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഷവോമി പാർട്ട് 5 എന്ന് പറയുന്ന മോഡൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഓവറോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷവോമി പാർട്ട് 5 തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ലുക്ക് വരുന്ന രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമുക്ക് അലുമിനിയം ബേസ്ഡ് ആയിട്ടുള്ള ഫ്രെയിമും കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ഒരു ഗ്ലാസ് ബിൽഡ് അല്ലെങ്കിൽ ആ ഒരു ഫിനിഷ് വരുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് ബിൽഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയൊരു മാറ്റ് ഫിനിഷ് പോലെ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നാരോ ബെസൽസ് ആണ് ഡിസ്പ്ലേയിൽ കാര്യങ്ങൾ വരുന്നത്. ടോട്ടൽ വെയിറ്റ് വരുന്നത് 511 ഗ്രാമാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. അതുപോലെ 6.9 mm തിക്നെസ് ആണ് ടോട്ടൽ വരുന്നത്. USB Type-C ആണ് ബോട്ടം സൈഡിൽ വരുന്നത്. പവർ ബട്ടൺ ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റും. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം റോക്കറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഷവോമിയുടെ ആക്സസറീസ് ആയിട്ടുള്ള പെന്നും അതുപോലെ നമ്മുടെ കീബോർഡ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ പെൻ ചാർജ് ചെയ്യാനുള്ള മാഗ്നറ്റിക് ആയിട്ടുള്ള പോർട്ടും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. അതുപോലെ നമുക്ക് ഇതിനകത്ത് SD കാർഡ് ഇടാനുള്ള സ്ലോട്ടില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും വരുന്നില്ല. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഡിസൈനും കാര്യങ്ങളും തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. MIUI 13 അതുപോലെ Android 11 ആണ് കൊണ്ടുവരുന്നത്. പക്ഷേ Android 12L എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റും കൂടി ഈ ഒരു മോഡലിൽ വരും എന്നുള്ളത് ഷവോമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് 11 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് 10-bit ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടോട്ടൽ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 650 നിറ്റ്സ് ആണ് ടോട്ടൽ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. ഡോൾബി വിഷനും HDR10 ഒക്കെ ഇതിനകത്ത് സപ്പോർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് Gorilla Glass 3 പ്രൊട്ടക്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഉണ്ട്. എങ്കിൽ കൂടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 10-bit ഡിസ്പ്ലേ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 4 സ്പീക്കർ സെറ്റപ്പാണ് വരുന്നത്. അതും നമ്മുടെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആവുന്ന ഒരു സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്. പിന്നെ നമുക്ക് വയർലെസ് ആയിട്ട് ഹൈ റെസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പീക്കർ സിസ്റ്റത്തിൽ ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നമ്മുടെ ഗൈറോസ്കോപ്പ് ഡിക്റ്റേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത്, ലാൻഡ്സ്കേപ്പിലാണോ പോർട്രേറ്റിലാണോ യൂസ് ചെയ്യണമെന്നത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് ആ ഒരു സ്പീക്കർ സിസ്റ്റം വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്പീക്കർ സിസ്റ്റം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ് കൊണ്ടുവരുന്നത്. അതുപോലെ ഷവോമി അതിന് വേണ്ടിയിട്ട് എന്താ പറയുക കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പീക്കർ സിസ്റ്റം തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 860 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. LPDDR4Xൻ്റെ റാം വരുന്നുണ്ട്. ബേസ് മോഡൽ റാം എന്ന് പറയുന്നത് 6GB റാമും അതുപോലെ നമുക്ക് 128GB സ്റ്റോറേജാണ് വരുന്നത്. നിങ്ങൾ മറ്റ് പല ടാബ്ലറ്റിലും കണ്ടിട്ടുണ്ടോ 64GB ആയിരിക്കും ബേസ് മോഡൽ വരുന്നത്. പക്ഷേ ഈ ഒരു മോഡലിൽ നമുക്ക് 128GB സ്റ്റോറേജ് ആയിരിക്കും ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. Wi-Fi 5 വരുന്നുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു മോഡലിൽ GPS കാര്യങ്ങളും ഇല്ല. ചില ടാബ്ലറ്റുകൾ നിങ്ങൾ ലാൻഡ്സ്കേപ്പിലേക്കോ പോർട്രേറ്റിലേക്കോ നിങ്ങൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയ ലാഗ് കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ടാവും. ഈ ഒരു മോഡലിൽ ആ രീതിയിൽ ലാഗോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബ്ലോഡ് ബേസും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ നമുക്ക് ആകെ നെറ്റ്ഫ്ലിക്സ് മാത്രമായിരിക്കും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. ബാക്കി ഷവോമിയുടെ കുറച്ച് ആപ്ലിക്കേഷൻ പിന്നെ ഗൂഗിളിൻ്റെ യൂട്യൂബ് അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻ മാത്രമാണ്. അപ്പം ആ ഒരു രീതിയിലാണ് സോഫ്റ്റ്വെയർ കാര്യങ്ങൾ പറയാനുള്ളത്. ഗെയിമിങ്ങിന് ബെറ്റർ ആയിട്ടുള്ള ടാബ്ലറ്റ് തന്നെയാണ്. നമ്മൾ BGMI കാര്യങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ എക്സ്ട്രീം ഗ്രാഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് കളിക്കാൻ പറ്റുന്നതായിരിക്കും. യാതൊരു ലാഗോ കാര്യങ്ങളോ ഉണ്ടാവില്ല. നല്ല സ്മൂത്തായിട്ട് നല്ലൊരു ഫ്ലോ ഉള്ള രീതിയിൽ നമുക്ക് ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചിപ്സെറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കിടിലനായുള്ള ചിപ്സെറ്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ 870 ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ചൈനയിൽ ഓപ്പോ ലോഞ്ച് ചെയ്ത സമയത്ത് ഓപ്പോൻ്റെ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് അതിനകത്ത് 870 ആണ് വന്നത്. ഇതിലും കുറച്ചുകൂടി ചീപ്പായിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് അവർ ലോഞ്ച് ചെയ്തത്. നിങ്ങൾക്ക് ഒരു സമയത്ത് 3 ആപ്ലിക്കേഷൻ വരെ നിങ്ങൾക്ക് മൾട്ടി ടാസ്ക് അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് മെയിനായിട്ടൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. ബാക്കി 2 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് യൂസ് ചെയ്യാം. ആ സമയത്തൊന്നും യാതൊരു ലാഗില്ല. സ്മൂത്തായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. 8720 mAh ബാറ്ററിയാണ് വരുന്നത്. ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. ടോട്ടൽ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് സെൽഫി ക്യാമറ 8MP ക്യാമറ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് 1080p and 30fps വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ബാക്ക് സൈഡിലെ ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 13 MP ക്യാമറ ആണ്. ഇതിൽ നമുക്ക് 4K and 30fps വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് തന്നെയാണ്. അതായത് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു ഓഡിയോ സിസ്റ്റം കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ പവർഫുൾ ആയ ചിപ്സെറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഡൗൺ സൈഡിലേക്ക് പോവുകയാണ്. ഷവോമിയുടെ മിക്ക പരിപാടി ഇതാണ്. പക്ഷേ ഈ ഒരു മോഡലിൽ നമുക്ക് അത്രയും അധികം ബ്ലോഡ് ബേസും കാര്യങ്ങളും ഇല്ല. നെറ്റ്ഫ്ലിക്സ് മാത്രമാണ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ഷവോമിയുടെ ആപ്ലിക്കേഷൻസ് പിന്നെ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. എന്ത് തന്നെയായാലും സോഫ്റ്റ്വെയർ കുറച്ചും കൂടെ അവർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഓവറോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഏതായാലും ഇത് തന്നെയാണ് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള മോഡൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടി. ചില പോരായ്മകളും കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഇത് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും കണ്ടു നോക്കുക. അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.